ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് തന്നെയാണ്. നോക്കിയ 7.2 എന്ന ഫോൺ എങ്ങനെയുണ്ടെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയനും അതേപോലെ തന്നെ ഷവോമിയുടെ പുതിയൊരു ഫോൺ വരാൻ പോകുന്നുണ്ട്, k30. ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോൺ തന്നെയാണ് k30. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കിയ 7.2 ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒരു ഓക്കെ ഡിസൈൻ, ഒരു നല്ല ഡിസൈനാണ്. ഡിസൈനിന് പറയത്തക്ക യാതൊരു ഇഷ്യൂ ഇല്ല. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റ് ചില റീസെൻറ്റ് ഫോണുകൾ Realme XT or Redmi Note 8 Pro നോക്കി കഴിഞ്ഞാൽ പക്ക ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് ഈ ഫോണുകളൊക്കെ. അപ്പം നല്ല അപ്ഗ്രേഡായ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഫോണുകൾക്ക് വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ നോക്കിയയുടെ ഒരു ഡിസൈനിലേക്ക് നോക്കുമ്പോൾ അത്ര കണ്ടൊരു നല്ലൊരു ഡിസൈനായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഓക്കെയാണ്. നോക്കിയയുടെ ഡിസൈനുകൾ നമ്മൾ കണ്ടുവന്നാൽ ആ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഓക്കെ ഡിസൈനാണ്. ഡിസൈൻ പിന്നെ പേഴ്സണൽ ചോയ്സും കൂടിയാണ്. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 660 ആണ്. ഒരു നോർമൽ യൂസിന് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടും. അതിനൊപ്പം 4GB RAM ഉണ്ട്, 64GB സ്റ്റോറേജ് ഉണ്ട്. പ്രൈസ് 16,500 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ പ്രോസസ്സറും റാമും സ്റ്റോറേജൊക്കെ നോക്കിയാൽ അത്ര ഒരു മികച്ച ഒരു സെറ്റപ്പ് ഒന്നും അല്ല. കാരണം ഇവിടെ മറ്റ് ചില ഫോണുകളുടെ 6GB RAM 8GB RAM വരെ കിട്ടുന്ന ഒരു സെക്ഷനൊക്കെയാണ് ഈ പറയുന്ന 16,500 അല്ലെങ്കിൽ 17 രൂപ എന്നൊക്കെ പറയുന്ന റേഞ്ച്. അപ്പോൾ അവിടെ നമുക്ക് 4GB RAM 64GB സ്റ്റോറേജും ഈ സ്നാപ്ഡ്രാഗൺ 660 തരിക എന്ന് പറയുന്നത് ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ എങ്കിലും ഒരു നോക്കിയ ഫോൺ, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ, ആ ഒരു ബ്രാൻഡും സ്റ്റോക്ക് ആൻഡ്രോയിഡും കൃത്യമായ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ, അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ 2-3 വർഷത്തേക്ക്. കാരണം ഇത് ആൻഡ്രോയിഡ് 1 ബേസ്ഡ് ഫോണാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൂടുതൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പക്ഷേ കോമ്പറ്റീഷൻ നോക്കിയാൽ എന്തായാലും അത്ര കണ്ട് പവർഫുള്ളായ ഒരു പെർഫോമൻസ് ഉള്ള ഫോണേ അല്ല നോക്കിയ 7.2. പിന്നെ ഇതിൻ്റെ ക്യാമറ നോക്കിയാൽ 48 MP ക്യാമറ, 5 MP ഡെപ്ത് സെൻസർ, 8 MP വൈഡ് ആംഗിൾ, 20 MP സെൽഫി ക്യാമറ. ഒരു ടോപ്പ് റിസൾട്ടൊന്നും അല്ല നമ്മൾ കാണുന്നത്, ഒരു ആവറേജ് ഓക്കെ റിസൾട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ആവറേജ് നല്ല ക്യാമറ തന്നെയായിരിക്കും. ക്യാമറ റിവ്യൂസ് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ജസ്റ്റ് ഫീച്ചർ വെച്ചുകൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ബാറ്ററി 3500 mAh ആണ്. മറ്റനേകം ഫോണുകൾ 4000 mAh ബാറ്ററി വെച്ചുകൊണ്ടാണ് ഈ റേഞ്ചിൽ വരുന്നത്. സ്ഥിരമായിട്ട് 4000 ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ Redmi Note 8 Proയിലൊക്കെ 4500 mAh എന്ന് പറഞ്ഞാൽ കൂടിയൊരു ബാറ്ററിയിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് തുടങ്ങി. സാംസങ് ആണെങ്കിൽ 6000 mAh ബാറ്ററി തരുന്നു. അങ്ങനെ കൂടുതൽ ബാറ്ററി തരാൻ വേണ്ടി ഓരോ ബ്രാൻഡുകൾ ശ്രമിക്കുമ്പോൾ നോക്കിയ നേരെ തിരിച്ച് 3500 mAh കുറഞ്ഞ ബാറ്ററിയാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫോണാണ്, ഒരു നോർമൽ യൂസിന് ഓക്കെ. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കൃത്യമായ സെക്യൂരിറ്റി അപ്ഡേറ്റും മിനിമൽ സ്റ്റോക്ക് ഇൻ്റർഫേസ്, അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. ആൻഡ്രോയിഡ് 1 ഫോണിൻ്റെ ഭാഗമാണ്. ഒരു നോർമൽ യൂസിന് നല്ല ഫോണാണ്. അപ്പോൾ ഈ നോക്കിയ ബ്രാൻഡിൻ്റെ, ഈ ഒരു ഫോണിൻ്റെ എന്നല്ല ബ്രാൻഡിൻ്റെ തന്നെ കാര്യം നോക്കിയാൽ ഏറ്റവും അധികം ഒരു ശ്രദ്ധ കൊടുക്കാത്തൊരു മേഖല ഹാർഡ്വെയർ തലത്തിലുള്ള കോമ്പറ്റീഷനാണ്. മറ്റേത് ഫോണുകളായിട്ട് കമ്പയർ ചെയ്താലും ഹാർഡ്വെയറിൻ്റെയും പ്രൈസിംഗ് കൂടി കൂട്ടി നോക്കുമ്പോൾ മറ്റുള്ള ഫോണുകളൊക്കെ പുറകിൽ അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു കാര്യത്തിൽ നോക്കിയ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയർ കാര്യമായിട്ട് കുറയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു ബ്രാൻഡിങ് മാത്രം അല്ലെങ്കിൽ നോക്കിയ എന്നൊരു ബ്രാൻഡ് നെയിം മാത്രം ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു മാർക്കറ്റിൽ വാല്യൂ ഫോർ മണി എന്നൊരു സംഗതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ അവിടെ വിജയിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കോമ്പറ്റീഷനെ നോക്കിയ നേരിടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. നമ്മൾ പറഞ്ഞത് ശരിയാണ്, അപ്പോൾ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നോക്കിയ 7.2 കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരു ആവറേജ് നോർമൽ ഫോൺ. ഇനി അടുത്തൊരു വിഷയം, റെഡ്മിയുടെ k30 എന്ന ഫോൺ വരാൻ പോവാണ്. അത് കൺഫേം ആണ്, ലീക്ക് അല്ല. k30 എന്ന ഫോൺ വരാൻ പോവുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം കൺഫേം ആയിട്ടുണ്ട്. 2019 അവസാനത്തോടു കൂടി അത് ചൈനീസ് വേരിയൻറ്റും ഗ്ലോബൽ വേരിയൻറ്റും അവൈലബിൾ ആവും. അപ്പോൾ k30 എന്ന ഫോൺ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇതൊരു 5G ഫോണായിരിക്കും. അത് കൺഫേം ആണ്, അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ k30 5G ഫോണാണ്. ഒരുപാട് പേര് 5G ഫോൺ എപ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പല ഫോണുകളും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ 5G ഫോണുകൾ വരുന്നുണ്ടെങ്കിലും മിഡ് റേഞ്ചിൽ നമുക്ക് 5G ഫോണുകൾ വരുന്നതായിട്ട് നമ്മൾ അധികം കേട്ടിട്ടില്ല. പക്ഷേ ഈ ഫോൺ 5G ഫോണാണ്. 20,000 രൂപ റേഞ്ചിലാണ് നമുക്ക് ഈ k20 ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടിപ്പോയാൽ 25 രൂപ താഴെ തന്നെ നമുക്ക് ഈ k30 5G ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പല്ല, സാധ്യതയുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ k30 ഒരു 5G ഫോണാണ്. ഇനി ഇതിൽ കേൾക്കുന്ന മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഒഫീഷ്യലി കൺഫേംഡ് അല്ല. പക്ഷേ ഈ 2019 അവസാനം തന്നെ 5G ഫോൺ k30, Redmi k30 ഷവോമി അവതരിപ്പിക്കുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ 5G എനേബിൾഡ് ആയ ഒരു ഫോണിൽ മീഡിയ ടെക്കിൻ്റെ ഈ പ്രോസസ്സർ 5G പ്രോസസ്സർ വെച്ചുകൊണ്ട് 2019 അവസാനം തന്നെ വരുമെന്ന് മീഡിയ ടെക്കും പറയുന്നുണ്ട്.
രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ K30യിൽ MediaTekന്റെ പ്രോസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കൺഫേം ചെയ്യുന്നു ഈ MediaTekന്റെ പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും K30 വരാൻ പോകുന്നത്. ഒരു സാമ്പിൾ കൂടി നോക്കിയാൽ Redmi Note 8 Pro ഓൾറെഡി MediaTek പ്രോസർ ഉപയോഗിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു MediaTek ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ MediaTekന്റെ പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഒപ്പം അതൊരു 5G ഫോണുമായിരിക്കും. അപ്പോൾ അതാണ് Redmi K30യെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു പവർഫുൾ ഫോൺ തന്നെയായിരിക്കും 5G ഫോൺ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ കൺഫേം ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡുവൽ സെൽഫി ക്യാമറ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് കാണാം. ഇത് അവർ ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് ആണ്. ഡുവൽ സെൽഫി ക്യാമറ ഒരു ക്യാപ്സ്യൂൾ ലെവലിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻ ഡിസ്പ്ലേ ഒരു ക്യാമറ സെറ്റപ്പ് പോലെ നമുക്ക് ക്യാപ്സ്യൂൾ ലെവലിലൊക്കെ ഡുവൽ സെൽഫി ക്യാമറ സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. റിയർ സൈഡിൽ 64 മെഗാ പിക്സൽ അടങ്ങുന്ന ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വേറൊരു കാര്യങ്ങൾ നമ്മൾ റൂമറായിട്ട് കേൾക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം കൺഫേം ആണ്. പിന്നെ 4000 mAh ബാറ്ററി, 4800 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മറ്റനേകം റൂമേഴ്സ് വേറെയും കേൾക്കുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോൺ തന്നെയായിരിക്കും K30. എങ്കിലും അതിൻ്റെ പ്രൈസിങ് എത്രയാണെന്നുള്ളത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. ഒരു തരത്തിലുള്ള റൂമേഴ്സും അതിനെ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ വില എന്തായാലും 25-ന് താഴേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം K20 20 രൂപ 22 രൂപ റേഞ്ചിൽ ഇറങ്ങിയ ഒരു ഫോണാണ്. കുറച്ച് കൂടിയാലും 25-ന് താഴെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം. കൂടുതൽ വിവരങ്ങളൊക്കെ എന്തായാലും അപ്ഡേറ്റ് ആവുന്ന കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുമാണ് നമുക്ക് Redmi K30 അതേപോലെ Nokia 7.2 ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മളൊന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.